കോട്ടയം സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനം സംഘടിപ്പിച്ചു. വിജയസ്മിതം 2025 എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. സിനിമാ സംവിധായകൻ ടി ദീപേഷ് ഉദ്ഘാടനം ചെയ്തു. श्रीवर्षिणी, शिवदामिनी, വിദ്യാലയങ്ങളൊക്കെ ആകെ മാറിപ്പോയിട്ടുണ്ട്. രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം അത് കൃത്യമായി ബോധ്യമാകും. ഞാനെന്ന് പറയുന്ന കുട്ടിയായിരുന്ന കാലത്ത് നിങ്ങളെ പോലെ തന്നെ എല്ലാ വികൃതിയും അറിയാവുന്ന, എല്ലാ വികൃതിയും കളിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. പക്ഷേ 10ാം ക്ലാസ് വരെ ഒരൊറ്റ തവണ പോലും എന്റെ രക്ഷിതാവിന് സ്കൂളിൽ വരേണ്ടി വന്നിട്ടില്ല. കാരണം ഞാൻ വികൃതി കളിക്കാത്തത് കൊണ്ടല്ല. അതിന് കാരണം അന്നത്തെ വിദ്യാഭ്യാസ രീതി എന്ന് പറയുന്നത് മാഷ് പുസ്തകം വായിക്കുക, അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെങ്കിൽ എടുക്കുക, നിങ്ങൾ വീട്ടിൽ പോവുക, പരീക്ഷ എഴുതുക, തോറ്റാലെന്ത് ജയിച്ചാലെന്ത്, ആരും ചോദ്യവുമില്ല, പരീക്ഷലുമില്ല. അതിനൊരു ഉദാഹരണം കൂടി പറയാം. ഞാൻ പഠിച്ച സ്കൂളിന്റെ പേര് ഞാൻ പറയില്ല, കാരണം അത് ശരിയല്ലാത്തതുകൊണ്ടാണ്. ഞാൻ 10ാം ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോ 10ാം ക്ലാസ്സിൽ ഇന്ദുലേഖ എന്നാണ് ഇംഗ്ലീഷ് സെക്കൻഡിന്റെ അങ്ങനെ ഒരു സാധനമുണ്ട്. ഇംഗ്ലീഷ് സെക്കൻഡ് ഇന്ദുലേഖ എന്നാണ് അതിന്റെ പേര്. ആ ഇന്ദുലേഖ പഠിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് പുസ്തകമൊക്കെ വാങ്ങി. പക്ഷേ അവസാന പരീക്ഷയുടെ ഒരാഴ്ച എത്തുന്നതിന് മുമ്പേ വരെ ആ ഒരു ടെസ്റ്റ് എടുത്തേയില്ല. പരീക്ഷയ്ക്ക് കൂട്ടുന്നതിന്റെ ഒരാഴ്ച മുമ്പേ SSLC +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ കോട്ടയം പഞ്ചായത്തിലെ സ്ഥിര താമസക്കാരായ ബാങ്കിന്റെ മെമ്പർമാരുടെ മക്കളെയും കോട്ടയം മലബാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഉന്നത വിജയികളെയുമാണ് ചടങ്ങിൽ അനുമോദിച്ചത്. കോട്ടയം പഞ്ചായത്ത് ഓൺലൈൻ ട്രെയിനിംഗ് സെന്റർ ഹാളിൽ നടന്ന ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് M. മോഹനൻ അധ്യക്ഷനായി. +2 ഉന്നത വിജയികൾക്കുള്ള ഉപഹാര സമർപ്പണം കോട്ടയം പഞ്ചായത്ത് പ്രസിഡന്റ് C. രാജീവിനും SSLC ഉന്നത വിജയികൾക്കുള്ള ഉപഹാര സമർപ്പണം തലശ്ശേരി സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ ജനറൽ P. രാജേഷും നിർവഹിച്ചു. പഞ്ചായത്ത് മെമ്പർ PC. ഷൈജ, കൂത്തുപറമ്പ് വീവേഴ്സ് സഹകരണ സംഘം പ്രസിഡന്റ് M. ദാസൻ, മൾട്ടിപർപ്പസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് C. രവീന്ദ്രൻ, സർക്കിൾ സഹകരണ യൂണിയൻ തലശ്ശേരി മെമ്പർ K. പ്രദീപൻ, ബാങ്ക് സെക്രട്ടറി M. സമ്പത് കുമാർ, ഡയറക്ടർ PA. ബിപിൻ ചാന്ദ് തുടങ്ങിയവർ സംബന്ധിച്ചു. ഗ്രാമിക ന്യൂസ്, കൂത്തുപറമ്പ്.